നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തൊടുപുഴയ്ക്ക് വന്നതാണ് കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നല്ലോണം വിശന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചൊരു വിശപ്പുണ്ടല്ലോ. അപ്പോൾ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി ഇതുപോലെ കൂജയിലൊക്കെയാണ് കേട്ടോ വെള്ളം വെച്ചിരുന്നത്. പിന്നെ എനിക്ക് ഇവർ ചോറിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവച്ച രീതിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് റൗണ്ടിലിങ്ങനെ വാഴയിലൊക്കെ കട്ട് ചെയ്ത് ആ ചോറ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് തികയില്ലാന്ന്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങിയത് ചെമ്മീൻ കറി, അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതായിരുന്നു. കരിമീൻ പൊള്ളിച്ചത് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി തന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മന്തി, ബിരിയാണി അങ്ങനെ അതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ മടുത്ത്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കഴിക്കാൻ. പിന്നെ ഇപ്പോൾ കൂടുതലും ചോറും കറിയും കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ മാത്രമല്ല, ബെൻസിത്തായും അളിയനും ഉണ്ട്. അത് തന്നെ നമ്മൾ തൊടുപുഴ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരില്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ട്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കും. ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ അഫി നേരത്തെ തന്നെ കഴിച്ചതാ ഇതിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു.